നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ആർക്കാണ്ടും വേണ്ടി ഓക്കാനിക്കുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ല് അതേപടി നടപ്പാക്കുകയാണ് ഇരവിപേരൂരിലെ ചില കെടികെട്ടിയവന്മാർ. ഇവരെ വിളിക്കാൻ വേറെ വാക്കുകളൊന്നുമില്ല, ക്ഷമിക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ തുടർച്ചയായി വാർത്തകൾ നൽകിയിരുന്നു ഇരവിപേരിലെ റോഡിൻ്റെ അവസ്ഥയെപ്പറ്റി. ഇതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു മുടിഞ്ഞ റോഡ്, അത്രയ്ക്ക് പരിതാപകരമായ ഒരു റോഡ്. അതിൽ കൂടി സകല സർക്കസും കളിച്ചാൽ മാത്രമേ ആ റോഡൊന്ന് നീന്തി കടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. തുടർച്ചയായി മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ ഒരല്പം നാണക്കേട് തോന്നിയിട്ടാകണം ഈ കെടികെട്ടിയവന്മാർ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചു. ഉണർന്നെന്ന് പറഞ്ഞാൽ പകൽ 6 മണി ആയപ്പോൾ തന്നെ ഇവർ കുറേ ടാറും മെറ്റലും കൊണ്ടൊക്കെ പോയി അവിടെ അങ്ങ് ക്ലീനാക്കി. അതായത് നേരം വെളുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടാലോ, നാണക്കേടല്ലേ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നത് കണ്ട നാട്ടുകാർ ചീത്ത പറയും. അതാണ് ഇവിടെ സംഭവിച്ചത്. ആളുകളുടെ പരാതി കേൾക്കാതിരിക്കാൻ വേണ്ടി അത് ഓക്കാനിച്ച് വെച്ചിട്ടുണ്ട്, ഛർദ്ദിച്ച് വെച്ചിട്ടുണ്ട്. ആ ദിവസം തന്നെ അതുവഴി പോയ വണ്ടിയുടെ ടയറുകളിലൊക്കെ ഈ ടാർ പറ്റിപ്പിടിച്ചു, അത് ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഇത്തരത്തിലൊരു പ്രഹസനം കാണിച്ചതെന്ന് ഒരു പിടിയുമില്ല. ഇതിനൊന്നും ഫണ്ടില്ലാഞ്ഞിട്ടാണോ? ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ, നാട്ടുകാർ പിരിവെടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് തരും. എന്തിനിത്തരം പ്രവർത്തികൾ കാണിച്ചു വെക്കുക? എന്തായാലും ഈ പ്രഹസനത്തിനെതിരെ കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായി രംഗത്ത് വന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഇരവിപേരൂർ മണ്ഡലം പ്രസിഡന്റ് എബി പ്രയാറ്റുമണ്ണിലിൻ്റെയും യൂത്ത് ഫ്രണ്ട് നേതാവ് അനീഷ് വി ചെറിയാൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയുണ്ടായി. നമസ്കാരം. തിരുവല്ല കോഴഞ്ചേരി റോഡിൽ ഇരവിപേരൂർ ജംഗ്ഷന് സമീപമാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളേകദേശം കണ്ടു കാണും ഈ റോഡിൻ്റെ ഒരു ദുരവസ്ഥ. ഇതായിരുന്നില്ല ഇതിൻ്റെ അവസ്ഥ. ഇത് കുഴികൊണ്ട് ഈ ഒരു സൈഡിലെ റോഡ് ഉപയോഗിക്കാൻ പോലും, കോഴഞ്ചേരിക്ക് പോകുന്ന സൈഡ് ഉപയോഗിക്കാൻ പോലും പറ്റാതെ കൊണ്ട് മറു സൈഡാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപകടം ആരുടെയോ ഭാഗ്യം കൊണ്ട് ആർക്കും സംഭവിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഇരവിപേരൂരെ മാത്രം ഒരവസ്ഥയല്ല. ഇരവിപേരൂർ ജംഗ്ഷനുണ്ട്. തിരുവല്ല മുതൽ കുമ്പഴ വഴിയുള്ള റോഡിന് ഇതിൻ്റെ ഈ സെയിം ദുരവസ്ഥയാണ് ഈ റോഡിനുണ്ടായിട്ടുള്ളത്. ഇത് PWD കണ്ടില്ല, അതോ അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. ഇത് വാർത്താമാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് വാർത്തകളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേരള കോൺഗ്രസ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം PWDയുടെ ഇരവിപേരൂരിലുള്ള ഓഫീസിൽ ഒരു ധർണ നടത്തി അവർക്ക് നിവേദനം സമർപ്പിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം രാത്രിയിൽ വന്നിട്ട് അത്യാവശ്യം ആരെയോ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയടക്കൽ പരിപാടി കാണിച്ചു വെച്ചിട്ട് പോയിരിക്കുന്ന. അതുകൊണ്ട് ഒരു കാര്യമില്ല, കുഴിയടച്ച് ഏതായാലും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും അത് മുഴുവൻ ഇളകി വീണ്ടും അതേ പഴയ അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇനി ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയാനുള്ളത്, നെല്ലാട്ടൂർ നിന്ന് നമ്മൾ ഓതറയ്ക്ക് പോകുന്ന വഴി 5 വർഷത്തെ ഗ്യാരണ്ടിയിൽ ചെയ്തിരിക്കുന്ന വഴിയാണ്. ഈ 5 വർഷത്തിനുള്ളിൽ ആ റോഡ് കട്ട് ചെയ്യാനോ പൈപ്പ് ലൈനോ ആവശ്യങ്ങൾക്ക് വേണ്ടി കട്ട് ചെയ്യാൻ പാടില്ലാത്തതായിരിക്കും ചെയ്തിട്ട് ആ റോഡ് മുഴുവൻ ഇപ്പോൾ ഓൾറെഡി കട്ട് ചെയ്തു കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കുക. അത് വലിയ താമസമില്ലാണ്ട് അത് വീണ്ടും ഇതേ അവസ്ഥയിലോട്ട് പോകുന്ന അവസ്ഥയാണ്. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിവേദനങ്ങൾ ധാരാളം സമർപ്പിച്ചു. ഇത് ഇന്നും ഇന്നലെയുമായിട്ടുണ്ടായ ഒരു പ്രതിഭാസമല്ല. ഏറെക്കുറെ 6 മാസത്തിൽ കൂടുതലായി ഇതിവിടെ രൂപം കൊണ്ടിട്ട്, ഈ കുഴി രൂപം കൊണ്ടിട്ട്, ഇതും ഇരവിപേരൂർ ജംഗ്ഷനിലുള്ള കുഴിയും രൂപം കൊണ്ടിട്ട്. അപ്പം ഇതിന് മുമ്പൊരു പ്രാവശ്യം ഇതുപോലെ തന്നെ ഇവർ കൊണ്ടുവന്ന ഒരു കുഴിയടക്കൽ പരിപാടി നടത്തി. പക്ഷേ അതിന് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. കുഴി അടച്ചു, പിറ്റേ ദിവസം തന്നെ അത് വീണ്ടും പഴയ അവസ്ഥയിലായി. അപ്പം അവരോട് പറയുന്നുണ്ടെങ്കിൽ അവർ ഒത്തിരി ന്യായങ്ങളാണ് പറയുന്നത്. ഇവിടുത്തെ റോഡിന് അങ്ങനെയാണ്, അവിടുത്തെ റോഡിന് ഇങ്ങനെയാണ്. ഇതൊന്നും പറഞ്ഞല്ലോ പൊതുജനത്തെ ബാധിക്കുന്ന വിഷയമല്ല. പൊതുജനത്തെ ബാധിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് അവർക്ക് ഉപയോഗിക്കേണ്ട ഒരു റോഡ്. അത് പറഞ്ഞല്ലോ കേരളത്തിലെ ശബരിമലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് ചീക്ക റോഡ്. അതിൻ്റെ ഒരു ദുരവസ്ഥയാണ് ഈ കാണുന്നത്, നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്നോടൊപ്പം ഉള്ളത് യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കേരള കോൺഗ്രസ് ഇരവിപേരൂർ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം, കേരള കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം റെജി തോമസ്, ഇത്രയും പേരാണ്. ഇപ്പോൾ പറയുമ്പോൾ ഇത് തന്നെയല്ല നമ്മുടെ വള്ളംകുളം പാലം. അത് വളരെ മനുഷ്യരുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമായ ആ പാലം, ഇപ്പോൾ അതിൻ്റെ നമ്മൾ പാലം ഉണ്ടാക്കിയ ഭാഗം അന്ന് തൊട്ട് ടാർ ചെയ്തിട്ടില്ല. സാധാരണ മരത്തിൻ്റെ വണ്ടയ്ക്ക് ടാർ ചെയ്യുന്നതാണ്, മരത്തിൻ്റെ വണ്ടയ്ക്ക് ടാർ ചെയ്തിട്ടേ ഇല്ല. അങ്ങനെയുള്ള ഒരു ദുരവസ്ഥയാണ് തിരുവല്ല തൊട്ട് കുമ്പഴ വരെ ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെ മോശകരമായ ഒരു സംഗതിയാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഭരണാധികാരികളുടെ കർത്തവ്യം. അതിൽ നിന്ന് വിമുഖത പാലിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. കാരണം ആ രീതിയിലുള്ള ഒരു നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുക. അന്നേരം ഇവിടെയുള്ള റോഡുകളിൽ ഒരു ഭാഗത്ത് മാത്രമല്ല
അങ്ങ് വരെ തിരുവല്ല തൊട്ട് കുമ്പഴ വരെ എല്ലായിടത്തും ഈ ഒരു അവസ്ഥ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. ആദ്യം കേരള കോൺഗ്രസ് പാർട്ടി പറഞ്ഞതിൻ്റെ ഭാഗമായി ഒന്ന് നടത്തിച്ചു പോയി, രണ്ടാമത് കേരള കോൺഗ്രസ് പാർട്ടി തന്നെ പറഞ്ഞതിൻ്റെ ഭാഗമായി ഇപ്പോൾ ചെയ്തിരിക്കുന്നു. ഇനിയും അടയ്ക്കണമെന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പാർട്ടിയോ പറയണമോ എന്നുള്ള ഒരു സംശയമാണ് ഞങ്ങൾക്ക് ഉള്ളത്. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.